ഇന്ന് ബോക്സ് ഓഫീസിലെ 25 ദിവസങ്ങൾ പൂർത്തിയാക്കുന്ന മാർക്കോ എന്ന ചിത്രത്തിന്റെ ഏറ്റവും പുതിയ കളക്ഷൻ അപ്ഡേറ്റും 25ാമത്തെ ദിവസം ഈ ഒരു സിനിമ ബോക്സ് ഓഫീസിൽ എങ്ങനെ പോകുന്നു എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അതിലേക്ക് വരാൻ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. 24 ദിവസങ്ങൾ കൊണ്ട് സിനിമയ്ക്ക് വേൾഡ് വൈഡിൽ നിന്നും 100 CRൽ ഇടം പിടിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. 25ാമത്തെ ദിവസമായി ഇന്നും ഈ ഒരു സിനിമ ബോക്സ് ഓഫീസിൽ മികച്ച രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ക്രിസ്തുമസ് റിലീസായിട്ട് സിനിമയ്ക്ക് നല്ല രീതിയിലുള്ള ക്ലാസ് റിലീസ് മലയാളത്തിൽ നിന്നും ഉണ്ടായിരുന്നു. പാൻ ഇന്ത്യൻ റിലീസായിട്ട് തിയേറ്ററിലെത്തിയ മാർക്കോ എന്ന ചിത്രത്തിന് ഹിന്ദിയിൽ നിന്നും അതുപോലെ തെലുങ്കിൽ നിന്നും തമിഴിൽ നിന്നും എല്ലാം ക്ലാഷ് ആയിട്ട് അനേകം സിനിമകൾ ഉണ്ടായിട്ടും 25ാമത്തെ ദിവസവും ഹിന്ദിയിലെല്ലാം ചിത്രത്തിന് 1000ഓളം ഷോകളാണ് ഒരു ദിവസം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. മലയാളം വേർഷന്റെ കൂടെ തന്നെയായിരുന്നു ഹിന്ദി വേർഷനും തിയേറ്ററിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും നല്ല രീതിയിലുള്ള ഷോയും കാര്യങ്ങളെല്ലാം ഈ ഒരു ചിത്രത്തിന് കിട്ടാനുള്ള പ്രധാന കാരണം ഹിന്ദിയിൽ ഒരു സൂപ്പർ ഹിറ്റ് മൂവിയൊന്നും ഈ ഒരു അടുത്ത കാലത്ത് തിയേറ്ററിൽ എത്തിയിട്ടില്ല. ഇറങ്ങിയ സിനിമകൾക്കെല്ലാം ഒരു നെഗറ്റീവ് അഭിപ്രായമാണ് നേടിയെടുക്കാൻ സാധിച്ചത്. അതും മാർക്കോ എന്ന സിനിമയ്ക്ക് ഏറെ ഗുണം ചെയ്തു. പൊങ്കൽ റിലീസായിട്ട് തമിഴിലും തെലുങ്കിലെല്ലാം ഒട്ടനവധി സിനിമകൾ തിയേറ്ററിൽ എത്തിയതോടുകൂടെ തെലുങ്കിൽ കുറച്ച് ഷോയും കാര്യങ്ങളെല്ലാമാണ് മാർക്കോ എന്ന സിനിമയ്ക്ക് ഇപ്പോൾ ഉള്ളത്. 25ാം ദിവസത്തിലേക്ക് എത്തപ്പെട്ട മാർക്കോ എന്ന സിനിമയ്ക്ക് കേരളത്തിൽ അത്യാവശ്യം ഷോയും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും രേഖാചിത്രം എന്ന മൂവിയുടെ വരവോട് കൂടെ കേരള കളക്ഷനിൽ നല്ലൊരു ഇടിവ് തന്നെയാണ് ഓരോ ദിവസവും മാർക്കോ എന്ന സിനിമയ്ക്ക് ഇപ്പോൾ കണ്ടുവരുന്നത്. പിന്നെ ഫാമിലി ഓഡിയൻസിന്റെ സപ്പോർട്ട് ഇല്ലാതെയാണ് ഈ ഒരു മൂവി കേരളത്തിൽ 25 ദിവസത്തോളം പൂർത്തീകരിച്ചിരിക്കുന്നത്. അത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. വലിയ രീതിയിലുള്ള കളക്ഷനും ഈ ഒരു സിനിമയ്ക്ക് കേരളത്തിൽ നിന്ന് നേടാൻ സാധിച്ചു. ഏകദേശം 43 കോടിക്ക് മുകളിലാണ് സിനിമയുടെ ടോട്ടൽ കേരള കളക്ഷൻ.